ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അറിവില്ലായ്മയല്ല, അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയില്ലായ്മയാണ്. നമുക്ക് അറിവ് എവിടെ നിന്നും എപ്പോഴും എല്ലാ സമയത്തും ലഭിക്കും. പക്ഷേ അറിഞ്ഞതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ ഒരു സന്നദ്ധത കുറവുണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. ഡേൽ കാർനെഗിയുടെ ഒരു മനോഹരമായ വാക്കുണ്ട്: നോളജ് ഈസ് നോട്ട് എ പവർ, ബട്ട് അപ്ലൈഡ് നോളജ് ഈസ് എ പവർ. അറിവല്ല ആയുധം, അറിഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്, അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും ശക്തി ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നല്ല ആരോഗ്യത്തിന് നല്ല വ്യായാമം വേണമെന്ന്. പക്ഷെ നമ്മൾ വ്യായാമം ചെയ്യുന്നില്ലെങ്കിൽ ആ അറിവ് അസ്ഥാനത്താണ്. നല്ല വിജയത്തിന് നല്ല കഠിനാധ്വാനം വേണമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാവുകയില്ല. നല്ല ബന്ധങ്ങൾക്ക് നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ വേണമെന്നും അറിയാം. എപ്പോഴും മറ്റുള്ളവരോട് പരുഷമായി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാവുകയില്ല. നല്ല സമ്പാദ്യത്തിന്, നമുക്ക് ധനികനാവണമെങ്കിൽ സേവിങ്സ് വേണമെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ പണം കിട്ടുന്നത് അന്നാത് ദിവസം ചെലവഴിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പാദ്യം ഉണ്ടാവുകയില്ല. ഒരു ഡോക്ടർക്ക് ഒരു ആരോഗ്യം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയാം. മികച്ച രീതിയിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് അവൻ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, ആ ഡോക്ടർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും വളരെ മോശാവസ്ഥയിലായിരിക്കും. അറിവ് ഒരു വിത്താണ്. പ്രാക്ടീസ്, പരിശീലനം അതിന് വെള്ളവും വളവും നൽകലാണ്. അങ്ങനെ ആ വിത്തിനെ മനോഹരമായ വൃക്ഷമാകണമെങ്കിൽ വെള്ളവും വളവും എന്ന പരിശീലനം അനിവാര്യമാണ്. ഒരു ഗുരു ശിഷ്യനോട് ചോദിച്ചു, നീന്തൽ പഠിക്കാൻ എന്ത് വേണം? ശിഷ്യൻ പറഞ്ഞു, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ ഗുരു പറഞ്ഞു, ഒരുപാട് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ നീന്തലിനെ കുറിച്ച് നീ വായിച്ചാലും നീ വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ നിനക്ക് നീന്താൻ സാധിക്കുകയില്ല. അതുപോലെയാണ് നമുക്കൊരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവും. പക്ഷെ ആ സ്വപ്നത്തിന് വേണ്ടി ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് എപ്പോഴും ആ കരയിൽ തന്നെ അങ്ങനെ ഉപവസിച്ചിരിക്കുകയായിരിക്കും. എഡിസനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബൾബ് കണ്ടുപിടിക്കാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയില്ലേ, നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മനോഹരമായ മറുപടിയുണ്ട്, നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു മറുപടി. ഞാൻ 1000 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ എനിക്ക് കണ്ടെത്താനായത് ബൾബ് കണ്ടെത്താൻ പറ്റാത്ത ഒരുപാട് വഴികളെ കുറിച്ചാണ്. അങ്ങനെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് ചെയ്യുക, നമുക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. പരാജയങ്ങൾ സ്വാഭാവികമാണ്. അങ്ങനെ നമ്മൾ പരിശ്രമിച്ച് നമ്മളുടെ അറിവിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാകുന്നത്. നമുക്ക് ജീവിത വിജയത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം. വിദേശ ഭാഷകൾ പഠിക്കണം, നല്ല ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാം. സമയം പാഴാക്കരുത് എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും നമ്മൾ അത് നാളേക്ക് മാറ്റി വെക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കുള്ള അറിവ് അത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ പ്രവർത്തിക്കാത്ത അറിവ് ഒരിക്കലും അത് ഉപകാരപ്രദമാവുകയില്ല. നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് ഒരുപാട് ഡോക്ടറേറ്റ് ഡിഗ്രികളൊക്കെ ഉണ്ടായി. പക്ഷേ അത് സമൂഹത്തിനും നമുക്കും അനുകൂലമായ രീതിയിൽ നമ്മൾ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തികച്ചും അത് അസ്ഥാനത്തായിരിക്കും.